ഡൗൺ എന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ആയിട്ട് മെന്റലി സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമില് ആരോട് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ആൻസർ കിട്ടോ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാതെ വട്ടുപിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു സത്യത്തിൽ. ആസ്ട്രോ ടോക്കിന്റെ ഒരു ആഡ്സ് ആണ് ഞാൻ എന്റെ ഫോണിൽ കണ്ടത്. അപ്പം ബാക്കിയുള്ള ആഡ്സിനെ കാട്ടിയും ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക് മെന്റലി ഭയങ്കര ഡൗൺ ആണ് ഞാൻ എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആസ്ട്രോ ടോക്ക് എന്നോട് പറഞ്ഞു, എന്താ നിനക്ക് മെന്റലി ഭയങ്കര ബുദ്ധിമുട്ട് നീ ഇപ്പൊ നേരിടുന്നുണ്ട്, ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആണ്, പൈസ വരുന്നുണ്ട് പക്ഷെ നിന്റെ കയ്യിൽ നിൽക്കുന്നില്ല, കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ണിയെന്നോ എനിക്കും വേറെ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫോണും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല, ഇനി അങ്ങോട്ട് എടുക്കേണ്ടി വരും. ഹായ് ഗൈസ്, അപ്പൊ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനാമിക വിഷ്ണു പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. 2 ദിവസം മുന്നേ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്ട്രോ ടോക്കിന്റെ ആണ്. അപ്പൊ ആസ്ട്രോ ടോക്ക് കൊണ്ട് അവർക്ക് ഉണ്ടായ ലാഭങ്ങളും ഒക്കെയാണ് അവർ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് ആദ്യം മുതലേ പറയുന്നത് കുഞ്ഞിന്റെ കാര്യം, ആ ഒരു ടോക്ക് എടുത്തിട്ടാല് പെട്ടെന്ന് ആൾക്കാർ ആ കുഞ്ഞിന്റെ കാര്യം പറയുന്നത് കേൾക്കാനായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കാണും. അപ്പൊ അങ്ങനെയാണ് തുടക്കം മുതൽ എടുത്തിട്ടേക്കുന്നത്. അപ്പൊ ആള് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ആസ്ട്രോ ടോക്ക് കൊണ്ട് എന്തൊക്കെയോ നേടി, ഇനി ജോലിക്കൊന്നും പോകണ്ട, അത്ര രീതിയിൽ ആസ്ട്രോ ടോക്ക് ഭയങ്കര ലക്ഷങ്ങൾ നമുക്ക് കൊണ്ടുതരും എന്നൊക്കെ ഉള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ പറയണ്ട ആ ഒരു വീഡിയോയിൽ. എന്നാലും ജസ്റ്റ് നമുക്ക് അത് ആദ്യം കണ്ടിട്ട് വരാം. കാണും അത്രയ്ക്ക് സ്പീഡിലാണ് നമ്മളെ ഉണ്ണിമോള് മുട്ടിലെഴയുന്നത്. നല്ല രീതിക്ക് അവള് മുട്ടിലെഴയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഞാൻ ഉണ്ണിമോളുടെ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. എന്താണെന്നല്ലേ, ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ മറന്നുപോയി നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. എന്റെ ലൈഫിലുണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഞാനിപ്പോ ഈ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ലൈഫ് എന്ന് വെക്കുമ്പം ഞങ്ങള് ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആയിട്ട് മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ഒരു ടൈമുണ്ട്. കുഞ്ഞിന്റെ കാര്യം കേൾക്കാനും നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കിടുന്നത് കേൾക്കാനും ഒക്കെയാണ് കാണാനായിട്ട് വരുന്നത്. അപ്പൊ അതിനിടയിൽ കൂടി ആൾക്കാരെ പറ്റിക്കുന്നത് 1-2 ആൾക്ക് ഇത് വിശ്വസിക്കാണ്ടിരിക്കുക. കാരണം ഈ ഒരു കേരളത്തിലൊക്കെ ആണെങ്കിലും ജ്യോതിഷം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒരിക്കലും നമുക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ വഴിയിലിരിക്കുന്ന കൈനോട്ടക്കാര് അവര് തന്നെ നമ്മുടെ അടുത്ത് കൈ നോക്കിയിട്ട് ഇന്ന കാര്യം പറയും, നിങ്ങൾ 100 രൂപ വയ്ക്കണം ഇല്ലെങ്കിൽ 200 രൂപ വയ്ക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ ഇതിൽ തന്നെ നമ്മൾ അന്തം വിട്ടോ, അയ്യോ നമ്മളെ കാര്യങ്ങൾ ഇത് പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതാണ് അവരുടെ ഒരു ട്രിക്ക്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ നമ്മൾ 100 രൂപ കൊടുക്കുമ്പോൾ അതിന്റെ കുറച്ച് പറയും, പിന്നെ അടുത്ത് നമ്മൾ വീണ്ടും കൊടുക്കുമ്പം അത് കുറച്ച് പറയും. അപ്പൊ ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ലോകത്തെടുത്ത്. പിന്നെ കൂടുതലും ഇവരുടെ വീഡിയോസ് കാണുന്നത് അമ്മമാരൊക്കെയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അമ്മമാരാണ് കൂടുതലും വന്ന് കാണുന്നത്. അപ്പൊ അവരെയും കൂടി ഇങ്ങനെ പറ്റിക്കുന്ന പോലെയല്ലേ ഈ ഒരു പ്രൊമോഷൻ വീഡിയോ. ഈ നമുക്ക് ചെയ്യാം, അത് ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊമോഷനായിട്ട് നല്ലതുപോലെ ചെയ്യാം, അതൊരിക്കലും അല്ല. പക്ഷെ പറ്റിപ്പ് അതൊരിക്കലും നടക്കാനോ ചെയ്യാനോ പാടില്ലാത്ത കാര്യങ്ങളാണ്. ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്റെ ലൈഫിലുണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഞാനിപ്പോ ഈ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ലൈഫ് എന്ന് വെക്കുമ്പം ഞങ്ങള് ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആയിട്ട് മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിനെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ പുറമേ ഒരാളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, ചില്ല് ചെയ്ത് നടക്കുകയാണ്, അടിപൊളി ലൈഫാണെന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ എന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ആയിട്ട് മെന്റലി സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു ടൈമാണ്. സത്യസന്ധമായിട്ടുള്ള നുണയെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കഷ്ടം തോന്നുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നത്. പക്ഷെ ഇവർക്ക് കിട്ടും, കുറച്ച് കാശ് കിട്ടും. കാശ് കിട്ടുന്നോണ്ടാണല്ലോ ഈ ഒരു പ്രൊമോഷൻ, ഈ ഒരു ആസ്ട്രോ ടോക്ക്, പിന്നെ അല്ലാത്ത വലിയ വലിയ ഗെയിംസിന്റെ ഒക്കെ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്ന നല്ല എമൗണ്ട് കിട്ടുന്നോണ്ടായിരിക്കില്ല. അപ്പോൾ ആൾക്കാരെ പറ്റിച്ച് ആൾക്കാരല്ല എമൗണ്ട് ഫിക്സ് ചെയ്യണം. പിന്നെ അവസാനം 100 ഇട്ട് 200 ഇട്ട് 300 ഇട്ട് അവസാനം ഇങ്ങനെ ഗുരുചിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഇവർ ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ഇപ്പൊ കുറെ സെലിബ്രിറ്റീസ് ആണ് ഇത് ഇടുന്നത്. ആസ്ട്രോ ടോക്ക് വെച്ച് പണക്കാരിയായിട്ടുള്ള വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ലൈഫിലുണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഞാനിപ്പോ ഈ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ലൈഫ് എന്ന് വെക്കുമ്പം ഞങ്ങള് ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആയിട്ട് മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിനെ പറ്റിയാണ് ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ പുറമേ ഒരാളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, ചില്ല് ചെയ്ത് നടക്കുകയാണ്, അടിപൊളി ലൈഫാണെന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ എന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ആയിട്ട് മെന്റലി സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു ടൈമുണ്ട്. മെന്റലി സ്ട്രഗിൾ ചെയ്ത് അത്രയും ബുദ്ധിമുട്ടി ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് പെട്ടെന്ന് ആസ്ട്രോ ടോക്കിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു ആപ്പ് കണ്ടത്. ഉടനെ അതിൽ കയറി, പിന്നെ അവസാനം ലക്ഷങ്ങൾ സമ്പാദിച്ചു, പിന്നെ കടങ്ങളും എല്ലാം തീർന്നു. പിന്നെ അത് തന്നെ നമുക്ക് ഇങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും എന്നാണ് പറഞ്ഞു വരുന്നത്. ബാക്കി കേൾക്കാം. കാട്ടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ എനിക്ക് ഒരു ആഡ്സ്. അപ്പൊ ആഡ്സ് എന്താണ് ഇതിൽ? ആസ്ട്രോ ടോക്കിന്റെ ഒരു ആഡ്സ് ആണ് ഞാൻ എന്റെ ഫോണിൽ കണ്ടത്. അപ്പം ബാക്കിയുള്ള ആഡ്സിനെ കാട്ടിയും ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക്. എന്നാലും ഒരു 100-ൽ 99% എനിക്ക് അതിനുള്ള ഒരു ആൻസർ, ഈ ഒരു
പ്രശ്നത്തിനുള്ള ആൻസർ ആസ്ട്രോ ടോക്ക് വഴി കിട്ടത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ 1% ഒരു ഇതിൽ ഞാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ എന്താ അതിൽ കയറി എന്റെ പ്രശ്നങ്ങള് പറയുന്നതിന് മുമ്പ് ഞാൻ എന്റെ കാര്യങ്ങള് എന്താ എനിക്ക് മെന്റലി ഭയങ്കര ഡൗൺ ആണ് ഞാൻ എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആസ്ട്രോ ടോക്ക് എന്നോട് പറഞ്ഞു, എന്താ നിനക്ക് മെന്റലി ഭയങ്കര ബുദ്ധിമുട്ട് നീ ഇപ്പൊ നേരിടുന്നുണ്ട്, ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആണ്, പൈസ വരുന്നുണ്ട്, പക്ഷെ നിന്റെ കയ്യിൽ നിൽക്കുന്ന. അപ്പൊ ഇത്രയും ദിവസം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പ്രശ്നം എന്തേ ഗുരുജിയുടെ അടുത്ത് പറയാത്തെ? ഗുരുജി അതിന് മറുപടി തരുമായിരുന്നല്ലോ. ഗുരുജി പറയും നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പൊ നിങ്ങൾ അതുപോലെ ചെയ്യണം എന്ന് ആസ്ട്രോ ടോക്ക് നേരത്തെ പറഞ്ഞു കൂടി തരത്തില്ലായിരുന്നോ? പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? പക്ഷെ അതിന് മാത്രം പറ്റിയിട്ടില്ല എന്നാണ്. പ്രൊമോഷൻ വീഡിയോ ചെയ്യാം, പക്ഷെ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പ്രൊമോഷൻ വീഡിയോ അത് നമുക്ക് ഇപ്പൊ ഉണ്ടാക്കിയാലും അത് കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും വഴി അത് പോകും. അത് ആദ്യം മനസ്സിലാക്കുക. ഈ കള്ളത്തിനും പറയാം, പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള ആൾക്കാര്, ഇത്രയും ആൾക്കാർ സ്നേഹിക്കുന്ന ആൾക്കാർ, അപ്പോൾ അവരെ കുറിച്ചിട്ട് അവരിങ്ങനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് തുടക്കം ഇട്ടിട്ടാണ് ഈ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ പൈസ കയ്യിൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വായിൽ തോന്നിയ കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ വിളിച്ച് പറയരുത്. കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ണിയൊന്നും എനിക്ക് വേറെ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫോണും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. ഇനി അങ്ങോട്ട് എടുക്കേണ്ടി വരുമെന്ന് അറിഞ്ഞില്ല, പക്ഷെ ഇതുവരെ ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പം ആ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ നേരിടുന്നില്ല. അത്യാവശ്യം ഞങ്ങളുടെ ലൈഫിൽ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഉണ്ണിമോളുടെ ഹോസ്പിറ്റൽ ചെലവായാലും നമുക്ക് നല്ലൊരു എമൗണ്ട് വരും. അപ്പൊ അവളുടെ ഹോസ്പിറ്റൽ ചെലവ്, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ അവളുടെ ഹോസ്പിറ്റൽ ചെലവ്, പിന്നെ ഞങ്ങളുടെ ചെലവ്, ഉണ്ണിമോളുടെ ചെലവ്. അപ്പം അത്യാവശ്യം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കഷ്ടപ്പാടിലൂടെ നേടുന്ന പൈസ കൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. 20 വയസ്സെന്നുള്ള നിലയിൽ ഞാൻ പറയുവാണ്, എനിക്ക് എന്റെ പഠിത്തവും എന്റെ ഉണ്ണിമോളുടെ കാര്യം എന്റെ ഹസ്ബൻഡിന്റെ കാര്യം ഒരു വീടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ദിവസങ്ങൾക്ക് മുന്നെയാണ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു കടമില്ല, EMI ഇല്ല, കാറിനില്ല, വീടിനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് എനിക്ക് EMI ഇല്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് പറയാണ്, എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുകയാണ്, എനിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. അയൽവക്കക്കാരോട് പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു, പക്ഷെ എന്നിട്ടും പരിഹാരം കിട്ടാണ്ട് അതിന് ആസ്ട്രോ ടോക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഓൺലൈൻ ഗുരുജി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ തുടക്കം മുതൽ ആസ്ട്രോ ടോക്കിനോട് ഒന്നും ചോദിക്കാണ്ട് തന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നെ പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ഓൺലൈൻ ഗുരുജി ഇരിപ്പുണ്ടല്ലോ, അപ്പൊ ആ ഗുരുജിയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത്തിരി ഉളുപ്പ് തോന്നുന്നില്ലേ? കാരണം ഇത്രയും ജനങ്ങള്, ഇത്രയും ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ആൾക്കാരെടുത്ത് കുഞ്ഞിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് കുറച്ച് കാണിച്ചിട്ട് അതിനെ കുറിച്ച് വീഡിയോ പറഞ്ഞിട്ട് അതിനുശേഷം ഒരു 10 മിനിറ്റോളം ഈ ഒരു 10 സെക്കൻഡിലോ 20 സെക്കൻഡിലോ തീരേണ്ട ഒരു കുഞ്ഞ് പോസ്റ്റിന് 10 മിനിറ്റോളം അതും കൺവിൻസ് ചെയ്യിപ്പിച്ച്, ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് എങ്ങനെ അവരിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ കൊണ്ടെത്തിക്കാൻ ഒന്നും തോന്നുന്നില്ലേ?